ചേർത്തലയിലെ വീട്ടമ്മയുടെ മരണം കൊലപാതകമെന്ന സംശയം. കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തേക്കെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ചേർത്തലയിൽ നിന്നും പള്ളി സെമിത്തേരിയിൽ നിന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 47-കാരിയെ ഭർത്താവ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണ് എന്ന സംശയത്തിൽ മക്കൾ പരാതി നൽകി. പരാതിയെ തുടർന്ന് പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. പോലീസും മറ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് അല്പസമയത്തിനകം തന്നെ മൃതദേഹം പുറത്തേക്കെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റും. അസ്വാഭാവിക മരണത്തിനാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ഭർത്താവ് സോണി മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണ് എന്ന സംശയമാണ് മക്കൾക്ക് ഉള്ളത്. ഇപ്പോൾ മക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കല്ലറയിൽ പരിശോധന നടത്തി അതിനുശേഷം ഇപ്പോൾ കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തേക്കെടുക്കാനുള്ള നീക്കം നടത്തിയിരിക്കുന്നത്. മക്കളാണ് പരാതി ഉന്നയിച്ചത്. അമ്മയെ മർദ്ദിച്ച് അവശയാക്കിയ ശേഷം അങ്ങനെ കൊലപ്പെടുകയായിരുന്നു എന്ന സംശയം മക്കൾക്ക് ഉണ്ട്. ഇരുവരും തമ്മിൽ വഴക്കുണ്ടായിരുന്നു. പരസ്ത്രീ ബന്ധത്തെ സംബന്ധിച്ചുള്ള സംശയത്തിൽ വഴക്കിട്ടിരുന്നു. ആ വഴക്ക് മൂർച്ഛിച്ചുകൊണ്ടുള്ള മർദ്ദനത്തിലേക്ക് പോയിരുന്നു. അങ്ങനെ സോണിയുടെ മർദ്ദനം ഏറ്റുകൊണ്ടാണ് ഈ വീട്ടമ്മ 47-കാരി മരിച്ചത് എന്നാണ് മക്കൾക്ക് സംശയമുണ്ടായിരിക്കുന്നത്. ഈ സംശയത്തെ തുടർന്നാണ് ഇപ്പോൾ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. രഘു തുടരുന്നുണ്ട്. രഘു, പരിശോധനയുടെ ആദ്യഘട്ടം പിന്നിടുകയാണല്ലോ. മറ്റ് സജ്ജീകരണങ്ങൾ ഒക്കെ തന്നെ തയ്യാറാണോ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്കൊക്കെ? പ്രജീഷ്, കല്ലറ പൊളിച്ച് മണ്ണ് മാറ്റുന്ന ജോലികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൃതദേഹത്തിൽ അധികം താഴേക്കല്ല കുഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് മാത്രവുമല്ല അധികം ദിവസവുമായിട്ടില്ല മൃതദേഹം സംസ്കരിച്ചിട്ടും. അതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ മൃതദേഹം പുറത്തെടുക്കും. ഇതിനുശേഷം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും, ഉദ്യോഗസ്ഥരുണ്ട്, റവന്യൂ വകുപ്പിലെ RDO അടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, ACP അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഇവരുടെ എല്ലാം സാന്നിധ്യത്തിലാണ് മൃതദേഹം പുറത്തെടുക്കുന്നത്. സജിയുടെ മകളും ആങ്ങളെയും ഒക്കെ സ്ഥലത്ത് ഉണ്ട്. മറ്റ് ബന്ധുക്കളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ മൃതദേഹം പുറത്തെടുത്ത് ഒന്നുകിൽ മോർച്ചറിയിലേക്ക് മാറ്റും, അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിനായി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. കാരണം മകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അച്ഛൻ അമ്മയെ മർദ്ദിച്ചു എന്നുള്ളൊരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ മരണത്തിന് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ളവരുടെ ഇതിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. ഈ അസ്വാഭാവിക മരണത്തിൻ്റെ കേസ് അല്ലെങ്കിൽ കൊലപാതക കേസാകണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തണം. അതായത് സജി മർദ്ദനത്തിലൂടെയാണ്, അല്ലെങ്കിൽ സജി മർദ്ദിച്ചതിനെ തുടർന്ന് തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാകേണ്ടതുണ്ട്. ഇതിനുശേഷം മാത്രമേ അല്ലെങ്കിൽ കൊലക്കുറ്റമടക്കം സോണിക്കെതിരെ നിയമപരമായി ചുമത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നിലവിൽ സോണിയുടെ അറസ്റ്റ് പോലും രേഖപ്പെടുത്താത്തത്. ഇയാൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്, പോലീസിൻ്റെ നിരീക്ഷണത്തിലുണ്ട്. ഇയാൾ നാട് വിടാതിരിക്കാനും അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കാനും ഒക്കെയുള്ളൊരു ജാഗ്രത പോലീസ് പുലർത്തുന്നുണ്ട്. അത് കാരണം നിലവിൽ ഒരു സാഹചര്യത്തിൽ വേണമെങ്കിൽ ഗാർഹിക പീഡനത്തിന് കേസ് എടുത്തുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് കടക്കാം. പക്ഷേ നിലവിൽ പോലീസ് അത്തരത്തിൽ കടത്തിയിട്ടില്ല. കാരണം ആദ്യം വേണ്ടത് മർദ്ദനം നടന്നു എന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അതായത് തല പിടിച്ച് ഭിത്തിയിൽ ഇടിച്ചപ്പോഴുണ്ടായ ക്ഷതമാണ് മരണത്തിന് കാരണമെന്നുള്ള പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തേണ്ടതുണ്ട്. ഇതിനുശേഷമായിരിക്കും വധശ്രമം അല്ലെങ്കിൽ കൊലപാതകം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തുക. കഴിഞ്ഞ മാസം 8-ാം തീയതിയാണ് ചേർത്തല മുട്ടം പാണ്ഡകശാല സ്വദേശിയായ സജിയെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അവിടെ എത്തിയപ്പോൾ എന്താണ് പറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ കുളിമുറിയിൽ വീണ് പരിക്കേറ്റു എന്നുള്ളതാണ് മൊഴി നൽകിയത്. അപ്പോൾ തന്നെ ഈ അബോധാവസ്ഥയിലായതുകൊണ്ടും അവരുടെ ആരോഗ്യനില വളരെ മോശമായതുകൊണ്ടും വേഗം തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. തലയ്ക്കടക്കം 1-2 ശസ്ത്രക്രിയകൾ ചെയ്യുകയും ചെയ്തു. അവർ പതുക്കെ ജീവിതത്തിലേക്ക് തിരികെ വന്നതുമാണ്. പെട്ടെന്ന് 2 ആഴ്ച മുൻപ് വീണ്ടും ആരോഗ്യനില മോശമാവുകയും ന്യൂമോണിയ ബാധയുണ്ടാവുകയും ചെയ്തതിനെ തുടർന്ന് വീണ്ടും വെന്റിലേറ്ററിലേക്ക് മാറ്റിയെങ്കിലും ഞായറാഴ്ച മരിച്ചു. ഇതിന് ശേഷമാണ് മകൾ അവളുടെ അമ്മയുടെ വീട്ടുകാരോട് അച്ഛൻ ഇത്തരത്തിൽ മർദ്ദനം ചെയ്തിരുന്നു. അതായത് അമ്മ ആശുപത്രിയിൽ ആയ ദിവസം വീട്ടിൽ വലിയ വഴക്കുണ്ടായെന്നും വഴക്കിനിടെ അമ്മയുടെ തല പിടിച്ച് ഭിത്തിയിലിടിച്ചെന്നും ബന്ധുക്കളോട് പറഞ്ഞത്. എന്തുകൊണ്ടാണ് അന്നേ ദിവസം അത് പറയാഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അച്ഛനാണ് പറഞ്ഞത്, പറയേണ്ട, താഴെ വീണ് പരിക്കേറ്റതാണെന്ന് പറയുക എന്ന് മാത്രമല്ല അവൾ 19 വയസ്സുള്ളൊരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അമ്മ ജീവിതത്തിലേക്ക് തിരികെ വന്നാൽ അമ്മ അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് തിരികെ വരും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. അപ്പോൾ അനാവശ്യമായ നിയമ നടപടികളൊന്നും വേണ്ട, കുടുംബ വഴക്കല്ലേ, വീട്ടിലുണ്ടായ വഴക്ക് പെട്ടെന്നുണ്ടായ പ്രകോപനമല്ലേ എന്നൊക്കെ കരുതിയാകാം ഒരു പക്ഷേ പോലീസിനെയും ബന്ധുക്കളെയും ഒന്നും അറിയിക്കാതെ. അങ്ങനെ കഴിഞ്ഞ ദിവസമാണ് ഇവർ ചേർത്തല പോലീസിൽ വന്ന് മൊഴി നൽകുന്നത്. അതായത് മരണത്തിന് മുൻപ് അല്ലെങ്കിൽ ഈ അപകടമുണ്ടായത് താഴെ വീണ് വീട്ടമ്മയുടെ
മരണം കൊലപാതകം എന്ന സംശയത്തിലാണ് ഇപ്പോൾ കല്ലറ പൊളിച്ചുകൊണ്ട് മൃതദേഹം പുറത്തേക്കെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടി ആരംഭിച്ചിരിക്കുന്നത്.